പ്രേമം രണ്ട് സുവർണ ലിപികളാൽ തീർത്ത മഹാകാവ്യം, മിഴിനീർക്കണങ്ങളിലെ മഹാസമുദ്രം. പ്രേമം എവിടെ തുടങ്ങുന്നു, എങ്ങനെ തുടങ്ങുന്നു എന്നത് പ്രവചനാതീതമാണ്. അത് അപൂർണതയുടെ നിലയ്ക്കാത്ത ദാഹമാണ്. ഋതുക്കളിൽ വസന്തം പോലെ വികാരങ്ങളിൽ പ്രണയം നാമ്പിടുമ്പോൾ സുഖകരമായ നൊമ്പരങ്ങളെന്നോ നൊമ്പരങ്ങളുടെ നിർവൃതിയെന്നോ നമുക്കതിനെ വിളിക്കാം. പ്രേമം വിവിധ ഭാവങ്ങളിൽ, വിവിധ രൂപങ്ങളിൽ അതിൻ്റെ അനശ്യൂത പ്രയാണം തുടരുകയാണ്. ഗീതാഞ്ജലി എവിടെടി? നിനക്കായാണ് ഞാൻ കാത്തിരിക്കുന്നത്, നിനക്കായാണ് ഞാൻ ജീവിക്കുന്നത്. നീ എന്നിലേക്ക് വരുന്ന ആ നിമിഷത്തിനായി ഈ ജന്മം മുഴുവൻ ഞാൻ കാതോർത്തിരിക്കും. വൈകാതെ വരില്ലേ നീ? നിന്റെ സ്വപ്നങ്ങൾ പൂവണിയിക്കുവാൻ അവൾ വേഗം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന മറ്റൊരു പെൺകുട്ടി. വാവ്, ഇതാടാ ശരിക്കും ഗോൾഡൻ സൺറൈസ്. ഐ ലവ് ഹർ. അവൾക്ക് വേണ്ടി ചാവാനും ഞാൻ തയ്യാറാടാ. ഇഡിയറ്റ്സ്. ആ പറഞ്ഞ നിങ്ങളെ കുറിച്ചാ. അവൾക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മൂത്ത ഞാനല്ലേ. ഇത് ജോക്കല്ല, സീരിയസാ. അയ്യോ, നിങ്ങളുടേത് റിയൽ ലവ് ആണെങ്കിൽ ജീവനൊന്നും കൊടുക്കണ്ട, ആ പാദസരം എടുത്തു കൊടുത്താൽ മതി. എന്താടി രാവിലത്തെ അവളുടെ സ്വപ്നം കണ്ടോ? സെയിം ഇൻസ്റ്റന്റാ. നീ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ ചിന്തിച്ചിങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ഏതോ ഒരുത്തം കടലിലേക്ക് എടുത്തു ചാടിയതിന് നമ്മൾ എന്ത് പഴിച്ചു? നമ്മൾ പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ. ഹോ, നിന്റെ കാര്യം വലിയ കഷ്ടം തന്നെ. രാത്രി മുഴുവൻ കറങ്ങി അടിച്ച് നടന്നിട്ട് പോത്തൂലായിരുന്നു ഉറങ്ങാണ്. കേട്ടല്ലോ, നീ വേഗം റെഡിയാവാൻ നോക്ക്. എടി ശാന്തി, ദാ വരുന്നു. എടി ഞാൻ പോണു. ആവശ്യമില്ലാത്ത ആലോചിച്ചിരുന്ന് ടൈം വേസ്റ്റ് ആക്കാതെ വേഗം വന്നേക്കണേ. ഓ ഷിറ്റ്. ബൈ. ഏയ് ഗീതേ, ഇനി ലേറ്റ് ആകല്ലേ. ഫസ്റ്റ് അവർ വീരപ്പനാ. ഏതാണ് അവൾ? പേര് ഗീതാഞ്ജലി. അതിനെ നോക്കണ്ടെണ്ണ. നമ്മുടെ ഗ്യാങ് മൊത്തം ട്രൈ ചെയ്താ, എന്നിട്ടും വളഞ്ഞില്ല.
അമ്മച്ചിയാണോ ഉള്ളതാ? അണ്ണൻ നോക്കണ്ട. അല്ല വെറുതെ ചമ്മണ്ട. ഓ അമ്മോ. കിച്ചാ അളിയാ ഇടിച്ചു. ബുക്സ് താഴെ വീണോ നോക്കടാ. വീണടാ അളിയാ. ബുക്കുകൾ എടുത്ത് പരസ്പരം കൊടുക്കുന്നുണ്ടോടാ? കറക്റ്റ് അളിയാ. സോറി പറയുന്നുണ്ടോ നോക്കടാ. സോറി. സോറി. വളരെ കറക്റ്റ് അളിയാ. ദേ അവര് പോണളിയാ. സാരമില്ലടാ, 2 സ്റ്റെപ്പ് കടന്നിട്ട് അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കിക്കോളും. അയ്യോ എന്റെ അമ്മോ, ഇതൊക്കെ കാണാതെ എങ്ങനെ പറയാൻ കഴിയുന്നളിയാ? ഈ കോളേജിൽ ഇങ്ങനെ എത്ര ലവ് സ്റ്റോറീസ് നടന്നിരിക്കുന്നു. ഇതൊക്കെ അവന്റെ സ്ഥിരം പരിപാടിയല്ലേടാ. ഇന്നിപ്പോ ആ പെണ്ണുമായി കൂട്ടി ഇടിച്ചു. നാളെ ഇനി റെസ്റ്റോറന്റിലേക്ക് വിളിക്കും. അതിനടുത്ത ദിവസം മോളിയും താഴേക്ക് ചാടുമെന്ന് പറയും. എന്തിനളിയാ? ഐ ലവ് എന്ന് പറയിക്കാൻ. അവൻ ചാടുമെന്ന് പേടിച്ച് അവൾ ഐ ലവ് എന്ന് പറയും. പുതിയൊരു ലവ് സ്റ്റോറി ബിഗിനിങ്. റൊട്ടീൻ റൊട്ടീൻ റൊട്ടീൻ. കണ്ട് കണ്ട് ആകെ ബോറടിച്ച് കിടക്കുക. അങ്ങനെയാണല്ലേ? ഓഡിയോ കേട്ടാ എന്താടാ? കുഴപ്പമില്ല, വീഡിയോ ക്ലിയർ ആണാ. ഏ ആ നോട്ടോ അത്ര പന്തിയല്ലണ്ണ. ഇത് റൊട്ടീനാ. ചുമ്മാ ഇരുടാ. അജയ് അജയ് പ്ലീസ് അജയ് വിട്ടോളാം അജയ്. ഏയ്, ഡേയ്, എന്തായി കാണിക്കുന്നത്? അവൻ ആരെന്നറിയോ? MP അവതാരത്തിന്റെ മോനാ. അവൻ പറയുന്നത് കോളേജിൽ നടക്കൂ. എതിർക്കാൻ നിന്ന് അടിച്ചൊതുക്കി കളയും. മനസ്സിലായോ? ഹലോ, അവനെ എന്തിനാ തല്ലിയത്? എന്നെ കമന്റ് അടിച്ചതിന് നിങ്ങൾക്ക് എന്താ? ദേ നോക്കൂ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനത്തെ ചീപ്പ് ട്രിക്സ് ഒന്നും എൻ്റെ അടുത്ത് എടുക്കാൻ നോക്കണ്ട. ഇന്നലെ എന്നെ കൂട്ടി ഇടിപ്പിച്ചു, ഇന്ന് കമന്റ് അടിച്ചവനെ തല്ലി. ഇനി ഞാൻ റെസ്റ്റോറന്റിലേക്ക് വരാൻ പറയുമായിരിക്കും. വരണം. ഇനി നീ റെസ്റ്റോറന്റിലേക്കും വരണം. ഹലോ ഈവനിങ് 6 o'clock ഹലോ at Coffee Day. നീ എന്താ കോഫി ഡേയിൽ വരാറുന്നത്? നിന്നോടാ ചോദിച്ചത്. ഞാൻ എന്തിനാ വരുന്നത്? ഐ ലവ് യു. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. വിത്തിൻ 24 hours നീ എന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞില്ലെങ്കിൽ കോളേജ് ബിൽഡിംഗിൽ നിന്ന് ഞാൻ താഴേക്ക് ചാടിച്ചാവും. ഡി ശാന്തി, സത്യമായിട്ട് അവനടുത്ത് ചാടിക്കളയോ? എന്താ സംശയം? നീ നോക്കിക്കോ, അവ എടുത്ത് ചാടുക തന്നെ ചെയ്യും. ആള് ഭയങ്കര വാശിക്കാരനാ. ഓൾറെഡി നിന്റെ പാസരത്തിന് വേണ്ടി ഒരുത്തൻ കടലിലേക്ക് എടുത്ത് ചാടിയിട്ട് യാതൊരു വിവരവും ഇല്ല. ഇപ്പൊ ഒരുത്തന്റെ കൺമുമ്പിൽ ചാടിച്ചാകാൻ പോകുന്നു. വെറും ഒരു ഐ ലവ് യു അല്ലേടി. ചുമ്മാ പറഞ്ഞേക്ക്, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. അപ്പോ പറയണമെന്നാണോ? പ്രേമം എന്ന് പറഞ്ഞ ഇതാണോ? ഇത്രയുള്ളോ? അയ്യോ, നമ്മുടെ പപ്പിക്കുട്ടി കുഴി വീണല്ലോ. ഇനി എന്താ ചെയ്യാ? ഞങ്ങളുടെ പപ്പി എടുത്തു തരൂ, ഒന്ന് പോവുള്ളറേ. പ്ലീസ്.